മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും നേരെ മോഹിനിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കണ്ണൻ വീൽ ചെയറിലാണ് ഇറങ്ങുന്നത്. നടന്നു പോകാമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട കണ്ണേട്ട, ഇനി അയൽവാസികൾ ആരെങ്കിലും കണ്ട് അച്ഛനോടും മുത്തശ്ശിയോടും പറഞ്ഞാൽ അത് പ്രശ്നമാവും, അതുകൊണ്ട് കണ്ണേട്ടൻ വീൽ ചെയറിൽ തന്നെ വന്നാൽ മതി എന്ന് പറയുമ്പം കണ്ണൻ അതുപോലെ വീൽ ചെയറിൽ തന്നെയാണ് മോഹിനിനെ കാണാനായിട്ട് വീട്ടിലോട്ട് പോകാനായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങണത്. ആ സമയത്ത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ വണ്ടിയുടെ ഒച്ച ഇട്ടിട്ട് വെളിയിലോട്ട് വരുന്നുണ്ട്. കണ്ണൻ്റെ ആ ഒരു വരവ് കാണുമ്പോൾ മോഹിനിക്ക് ആകെ വിഷമാവുന്നുണ്ട്. മോൻ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞിട്ട് മോൻ ഇപ്പോഴും വീൽ ചെയറിൽ തന്നെയാണല്ലോ വന്നത്. തൃക്കാർത്തികയായിട്ട് എഴുന്നേറ്റ് നടക്കുമെന്ന് ഡോക്ടർ ഉറപ്പ് പറഞ്ഞെന്നാലോ മോള് പറഞ്ഞ്, ഇതെന്താ മോൻ ഇങ്ങനെ വീൽ ചെയറിൽ തന്നെ വന്നേന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ മോഹിനിനെ കണ്ടതും മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മോഹിനിക്ക് മനസ്സിലാവുന്നില്ല കണ്ണൻ നടന്നിട്ടാണ് ഇങ്ങനെ ചിരിക്കണേന്ന്. അപ്പോൾ മോഹിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മോൻ നടന്നില്ലെങ്കിലും മോൻ്റെയും മോളുടെയും മുഖത്ത് നല്ല സന്തോഷമുണ്ടല്ലോ, അതെന്തായിരിക്കുമോ, എന്തായാലും മോനെ മോളെ അകത്തേക്ക് വിളിക്കാമെന്നും പറഞ്ഞ് മോഹിനി ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, നിങ്ങളെന്താ വന്ന പോലെ തന്നെ നിൽക്കണേ, അകത്തേക്ക് കയറി വാന്നും പറഞ്ഞ് കണ്ണനെയും മഹാലക്ഷ്മിനെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അച്ഛനും മുത്തശ്ശിയൊന്നും വന്നില്ല അമ്മയെന്ന് ചോദിക്കുമ്പം, ഇല്ല, രണ്ടുപേരും ഇപ്പോഴും ആസ്പത്രിയിൽ തന്നെ കിടക്കുക, ചിലപ്പോൾ ഇന്ന് വരുമെന്നാ പറഞ്ഞ്, എനിക്ക് അവരുടെ കാര്യങ്ങളൊന്നും അറിയില്ല മോളേന്ന്. എന്തായാലും നിങ്ങൾ വാ, അവരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായി കുറച്ച് നേരം സംസാരിക്കാമല്ലോ, അകത്തേക്ക് വാന്നും പറഞ്ഞ് മോഹിനി കണ്ണനെ മഹാലക്ഷ്മിയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അകത്ത് ചെന്നത് മോഹിനിയുടെ മുഖം സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുമ്പം, അത് വേറൊന്നും അല്ല മോളെ, കാർത്തിക ദിവസമായിട്ട് മോനെ എഴുന്നേറ്റ് നടക്കുമെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ മോനക്ക് അങ്ങനെ മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ വിഷമിച്ച് നിന്നതാ, അതൊന്നും കുഴപ്പമില്ല, മോൻ അധികം വൈകാതെ എഴുന്നേറ്റ് നടക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തിനാ അമ്മയെ വൈകണം എഴുന്നേറ്റ് നടക്കുക, ഞാനിപ്പോൾ തന്നെ എഴുന്നേറ്റ് നടക്കാമല്ലോ എന്നും പറഞ്ഞ് കണ്ണൻ ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും നമ്മളുടെ മോഹിനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് മോഹിനി ആ കാഴ്ച ഇങ്ങനെ കണ്ണ് നിറയെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ ആഗ്രഹിച്ചത് ഇത് തന്നെയല്ലേ, ഇനി അമ്മയുടെ മോളുടെ കൈയും പിടിച്ച് എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ തൽക്കാലം ഇത് മറ്റാരും അറിയരുത്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ അറിയാതെ പോലും ആരോടും ഇത് പറയരുത്, കരുണയോടൊന്നും ഒട്ടും പറയാൻ നിൽക്കരുത്, അവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ആക്രമണം കണ്ണേട്ടന് നേരെയായിരിക്കും. ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ എന്താ മോനെ നടന്നതെന്ന് ചോദിക്കുന്നു. അന്നേരം കണ്ണൻ പറയുന്നുണ്ട്, ഞാനിങ്ങനെ തോമസ് ഡോക്ടറുടെ ചികിത്സയൊക്കെ കഴിഞ്ഞ് കിടന്ന് മയങ്ങണ നേരത്ത് എനിക്ക് പെട്ടെന്ന് സ്വപ്നം കണ്ടു, മഹാലക്ഷ്മിയെ ആരോ തട്ടിക്കൊണ്ടു പോയിന്ന്. ആ സ്വപ്നം കണ്ട് ഞാൻ ചാടി എഴുന്നേറ്റതും ഞാൻ പോലും അറിയാതെ തനിയെ നടന്ന് ഞാൻ തോമസ് ഡോക്ടറുടെ അടുത്തെത്തി. എന്നെ കണ്ട തോമസ് ഡോക്ടറാണെങ്കിൽ ഞെട്ടിപ്പോയി. ഞാൻ ഡോക്ടറോട് മഹിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അതൊന്നും മൈൻഡ് ചെയ്യണ്ടായില്ല, ഡോക്ടർ എന്നെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഡോക്ടറുടെ അടുത്ത് വരെ എത്തിയത് നടന്നു തന്നെയാണ്. വീണ്ടും ഞങ്ങൾ മഹിയുടെ അടുത്തേക്ക് ഡോക്ടറെയും കൂട്ടി ചെന്നപ്പം അവിടെ റൂമിൽ മഹി ഉണ്ടായിരുന്നില്ല. പിന്നെ മാർക്കോയെ വിളിച്ച് പറഞ്ഞ് മാർക്കോ രാത്രി തന്നെ മഹിയെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു എന്ന്. ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട്, അതാരാ മോനെ ചെയ്യിപ്പിച്ചതെന്ന് ചോദിക്കുമ്പം, അത് മറ്റാരും അല്ല, അമ്മയുടെ ഭർത്താവ് തന്നെയാണെന്ന് പറയുന്നു. അത് കേട്ടത് മോഹിനി പറയുന്നുണ്ട്, പ്രതാപേട്ടനും പ്രതാപേട്ടൻ്റെ അമ്മയ്ക്കും നിങ്ങളെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അവരങ്ങനെ പറഞ്ഞ് കർണമോളെയും ആ ഒരു രീതി തന്നെ ആക്കിയെടുത്തു. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. ഇപ്പം തന്നെ മോനും മോൾക്കും വെച്ചിരുന്ന പായസത്തിൽ അവർ വിഷം കലർത്തി, എന്നിട്ട് ആ പായസം കുടിച്ചത് ആരാ, കരുണ. അങ്ങനെ മോളുടെ കുഞ്ഞും പോയിരുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഞാനും മഹിയും ആരും ഉപദ്രവിക്കാൻ നടക്കണില്ല, ഞങ്ങളെല്ലാവർക്കും നല്ലത് വരണേന്നാ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളൂ, പക്ഷേ ഞങ്ങൾ ഉപദ്രവിക്കാൻ നടക്കുന്നവർക്ക് അത് മനസ്സിലാവണില്ല, അതുകൊണ്ട് അവർക്കുള്ള തിരിച്ചടി ദൈവം തന്നെ കൊടുത്തോളും, ഞങ്ങൾ അവരോടൊന്നും പറയാൻ നിൽക്കണില്ല എന്ന്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി മോളെ, ഇനി നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ, അത് മാത്രമല്ല അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവുന്ന. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതാ അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മേ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരു അമ്മയില്ലേ, അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന്. ഇനിയിപ്പോൾ അതും കൂടി കണ്ടു കഴിയുമ്പം കരുണയും ഉണ്ണിയും ആ ദുർഗയൊക്കെ അടങ്ങിയിരിക്കും മോളെ എന്ന് ചോദിക്കുമ്പം, ഇല്ലമ്മേ അവരൊരിക്കലും ഇത് സഹിക്കില്ല, അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ നടന്ന വിവരം വേറെ ആരും അറിയരുത്. തോമസ് സാറും അങ്ങനെ തന്നെയാണ് പറഞ്ഞേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സാഗറിനെയാണ്. സാഗറിനോട് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, സാഗറിന് ഞങ്ങൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ശത്രുക്കൾ
അറിയരുത് കണ്ണൻ എഴുന്നേറ്റ് നടന്നു എന്നുള്ള വിവരം. 1 വർഷവും കൂടി കണ്ണന് എൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. അതിനുശേഷമേ കണ്ണന് പൂർണ്ണമായിട്ടും ഈ ഒരു ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ പിന്നെ കണ്ണന് ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആ 1 വർഷം വരെയും കണ്ണൻ നടക്കുന്ന വിവരം രഹസ്യമായി തന്നെ ഇരിക്കണം. അത് കേട്ടതും സാഗർ പറയുന്നുണ്ട്, ഇല്ല സാർ, ഞാൻ ആരോടും പറയില്ല. പിന്നെ മഞ്ജുവിനോട് പറയും. മഞ്ജുവിന് കുഴപ്പമൊന്നുമില്ല. മഞ്ജു എപ്പോഴും പ്രാർത്ഥിക്കണത് അവളുടെ കണ്ണേട്ടൻ ഒന്ന് എഴുന്നേറ്റ് നടന്ന് കാണണമെന്ന് തന്നെയാണ്. ചെറുതിലേ മുതലേ മഞ്ജുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നത് കണ്ണൻ സാറാണ്. അത് മഞ്ജുവിനറിയാം. പക്ഷെ കുറച്ച് നാളെ മുമ്പ് മഞ്ജുവിന് കണ്ണൻ സാറിനോട് കുറച്ച് വിരോധമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയുടെയും അമ്മാവൻ്റെയും ക്രൂരതയ്ക്ക് മഞ്ജുവും കൂട്ടു നിന്നിട്ടുണ്ട്. അതിൽ മഞ്ജുവിന് ഇപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജു എപ്പോഴും പ്രാർത്ഥിക്കണത് കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും നല്ലൊരു ജീവിതം കിട്ടണമെന്നും അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് മഞ്ജുവിനോട് പറഞ്ഞാലും കുഴപ്പമില്ല സാർ, മഞ്ജു ഇത് ആരോടും പറയില്ല എന്ന്. ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും കണ്ണനും മഹാലക്ഷ്മിക്കും സാഗറിനോടുള്ള ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി സാഗറിനെയും മഞ്ജുവിനെയും അവർ തന്നെ ചേർത്ത് നിർത്തിക്കോളും. മഹാലക്ഷ്മിയും കണ്ണനും അങ്ങനെ ആരെയും വെറുക്കുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ സാഗർ അവരോട് ചെയ്ത ക്രൂരതയ്ക്കാണല്ലോ സാഗറിനോട് അവരിങ്ങനെ പെരുമാറിയത്. അത് സാഗറിനെ മനസ്സിൽ വയ്ക്കുമൊന്നും വേണ്ടെന്ന് പറയുമ്പം സാഗർ പറയുന്നുണ്ട്, ഞാൻ അവരോട് ചെയ്തത് വലിയൊരു ചതി തന്നെയാണ്. മഹാലക്ഷ്മി എന്നെ സ്വന്തം സഹോദരനെ പോലെ കണ്ടാൽ സ്നേഹിച്ച, എന്നിട്ട് ഞാൻ മഹാലക്ഷ്മിയെ ചതിക്കുകയോ ചെയ്തത്. അതും ആ മേഘൻ്റെ വാക്ക് കേട്ട്. അതൊരിക്കലും അവർക്ക് എന്നോട് പൊറുക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നിട്ടും കണ്ണൻ സാറും മഹാലക്ഷ്മിയും എന്നോട് പൊറുത്തില്ലേ, അത് തന്നെ വലിയ കാര്യമാണ് സാർ. ഞാൻ എന്തായാലും ഈ വിവരം ഇപ്പം തന്നെ മഞ്ജുവിനോട് പോയി പറയട്ടെ എന്നും പറഞ്ഞ് സാഗർ വേഗം തന്നെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ടെക്സ്റ്റൈൽസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങണ സമയത്ത് അവിടെ സാഗർ വന്ന് മഞ്ജുവിനെ കാത്തു നിൽക്കുന്നുണ്ട്. ആ സമയം മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ സാഗരേട്ടൻ എന്നെ വിളിക്കാൻ വന്നേ, ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പം ഇന്നത്തെ ഓട്ടോ ഒക്കെ നേരത്തെ കഴിഞ്ഞു. അത് മാത്രമല്ല, എനിക്ക് മഞ്ജുവിനോടൊരു സന്തോഷമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. അത് കേട്ടാൽ മഞ്ജുവിന് ഭയങ്കര സന്തോഷമാവും എന്ന് പറയണു. ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്താ സാഗരേട്ടാന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാമെന്ന് പറയണു. അപ്പം മഞ്ജു പറയുന്നുണ്ട്, അതൊന്നും വേണ്ട സാഗരേട്ടൻ ഇപ്പം തന്നെ പറ, എനിക്ക് വീട് എത്തണവരെയും കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല എന്ന്. അന്നേരം സാഗർ പറയുന്നുണ്ട്, തൻ്റെ കണ്ണേട്ടനില്ലേ, കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നു എന്ന്. അത് കേട്ടത് മഞ്ജുവിനാണെങ്കിൽ അത് വിശ്വസിക്കാനേ പറ്റണില്ല. മഞ്ജു പറയുന്നുണ്ട്, നേരാണോ സാഗരേട്ട, കണ്ണേട്ടൻ ശരിക്കും എഴുന്നേറ്റ് നടന്നു എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ശരിക്കും എഴുന്നേറ്റ് നടന്നു. പക്ഷേ നടക്കുമ്പം കാലിന് ചെറിയൊരു മുടന്തുണ്ട്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നടക്കണ പോലെ ഓടി നടക്കാനൊന്നും പറ്റില്ല. എന്നാലും വീൽ ചെയറിൻ്റെ സഹായമില്ലാതെ എവിടെ വേണമെങ്കിലും പോകാമെന്ന്. ആ സമയത്ത് മഞ്ജുവിനെ അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടന് 12-ാം വയസ്സിലാണ് കണ്ണേട്ടന് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി വീൽ ചെയറിലായത്. അന്ന് എൻ്റെ അമ്മയും അമ്മാവനും ഇതുപോലൊരു ചതി ചെയ്തില്ലായിരുന്നെങ്കിൽ അന്നേ കണ്ണേട്ടൻ വീൽ ചെയറൊക്കെ കളഞ്ഞ് എഴുന്നേറ്റ് നടന്നേന്. പക്ഷേ എൻ്റെ അമ്മയും അമ്മാവനും കൂടി മരുന്നിൽ മായം കലർത്തി കൊടുത്തതുകൊണ്ടാണ് കണ്ണേട്ടൻ ഇത്രയും വർഷം വീൽ ചെയറിൽ തന്നെ ആയത്. പിന്നീട് കണ്ണേട്ടന് അതിൽ നിന്നും ഒരു മോചനം കിട്ടാൻ ഏടത്തി വരേണ്ടി വന്നു. എന്തായാലും കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഏടത്തി വന്നതുകൊണ്ടാണ് കണ്ണേട്ടന് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചത്. ഏടത്തി പേര് പോലെ തന്നെ മഹാലക്ഷ്മിയെ. അത് ഇനിയിപ്പോൾ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്ന വിവരം അറിഞ്ഞാൽ അമ്മയും ഉണ്ണിയേട്ടനും അതുപോലെ മേഘനൊക്കെ അടങ്ങിയിരിക്കുമോ സാഗരേട്ടാന്ന് ചോദിക്കണം. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അതിന് അവരാരും ഇത് അറിഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കണ്ണൻ സാറ് എഴുന്നേറ്റ് നടക്കുന്ന കാര്യം അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ മഞ്ജു ഇത് ആരോടും പറയരുത്, ഇത് ആരും അറിയരുതെന്ന് തോമസ് സാറും എന്നെ താക്കീത് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇനിയും കുറച്ച് നാളും കൂടിയും കണ്ണൻ സാറിന് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ആ സമയത്ത് കണ്ണൻ സാറിന് വേറെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ആ ട്രീറ്റ്മെൻറ്റിന് ഫലം കിട്ടൂല. അതുകൊണ്ട് കണ്ണൻ സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം മറ്റുള്ളവരെ അറിയിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. അതുമാത്രമല്ല, കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും ചുറ്റും ശത്രുക്കൾ മാത്രമല്ലേ ഉള്ളൂ എന്ന്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അത് സാഗരേട്ടൻ പറഞ്ഞത് നേരെ, കണ്ണേട്ടനെ എഴുന്നേറ്റ് നടന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണയെടുത്തി ഒന്നും അടങ്ങിയിരിക്കൂല എന്ന്. പിന്നീട് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് മോഹിനി അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചിട്ട് അവർ വെളിയിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ മുൻവശത്തൊരു കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് മോഹിനി കേൾക്കുന്നുണ്ട്. ഇതാരായിരിക്കും ഈ സമയത്ത് വന്നതെന്ന് വിചാരിച്ച് മോഹിനി വേഗം തന്നെ മുൻവശത്ത് വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ആ കാറിൽ നിന്ന് ഇറങ്ങുന്നതാണ്. പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെ കണ്ടതും മോഹിനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. കാരണം കണ്ണനാണെങ്കിൽ നടന്നാണ് അവിടെ പോയി ഇരിക്കുന്നത്, വീൽ ചെയർ ആണെങ്കിൽ അകത്തുമാണ്. വേഗം തന്നെ മോഹിനി തിരിഞ്ഞ് അകത്തേക്ക് തന്നെ ഓടിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ മോഹിനി വന്ന് നോക്കിയിട്ട് ഓടിപ്പോണത് വ്യക്തമായി തന്നെ കാണുന്നുണ്ട്.
അന്നേരം പ്രതാപൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ അവൾ നമ്മളെ കണ്ടതും അകത്തേക്ക് ഓടിപ്പോയല്ലോ, എന്തായിരിക്കുമോ കാരണം എന്ന് ചോദിക്കുമ്പം ആർക്കറിയാം, ഇനി അവൾ വല്ല കാമുകനെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോടാന്നൊക്കെ പറഞ്ഞ് പ്രതാപൻ്റെ അമ്മയും അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മോഹിനിയാണെങ്കിൽ ഓടിച്ചെന്ന് കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട്, പ്രതാപേട്ടൻ്റെ അമ്മയും വന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് കയറിയിരിക്കുക, ഇങ്ങനെ വീൽ ചെയർ ഇല്ലാണ്ട് ഇവിടെ നിൽക്കണണ്ട അവർക്ക് സംശയം തോന്നുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ ഇവിടെ വന്ന് നിന്ന സമയത്ത് ആ വീൽ ചെയറും കൂടി ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കായിരുന്നു, ഇതിപ്പോൾ മണ്ടത്തരമായി പോയല്ലോ അമ്മയെന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മോളെ, അത് നമുക്ക് എന്തെങ്കിലും പറയാം, പെട്ടെന്ന് കണ്ണനെ കൊണ്ട് എവിടെയെങ്കിലും കയറി ഇരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി വേഗം അകത്ത് കയറി വന്ന് ഒരു റൂമിലോട്ട് കയറിപ്പോയിട്ട് അവിടെ ബെഡിലിരിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയും ഹോളിലിരിക്കണ ആ ഒരു വീൽ ചെയർ കാണുന്നുണ്ട് കേട്ടോ. അത് കണ്ടതും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, ആ കണ്ണൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവൻ്റെ വീൽ ചെയർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവൻ എവിടെ പോയിന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അവനിവിടെ കാണുമായിരിക്കും എന്ന് പറയുമ്പം, അല്ല അമ്മേ, വീൽ ചെയർ ഇവിടെ ഇരിക്കുമ്പം അവനെങ്ങനെയാണ് അപ്പുറത്ത് പോയിരിക്കണേ, അവനൊക്കെ ഇപ്പം നടക്കാറായോ എന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കും ആ കാര്യത്തിലൊരു സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഈ കണ്ണനക്ക് നടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയിച്ചിങ്ങനെ നിൽക്കണ ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.